മകരവിളക്കിന്റെ തിരക്കിലേക്ക് ശബരിമല. വിളക്കിന് ഏതാനും ദിവസങ്ങൾ മാത്രം ശേഷിക്കെ അന്യസംസ്ഥാനത്തു നിന്നുള്ള കൂടുതൽ തീർത്ഥാടക സംഘങ്ങൾ എത്തിത്തുടങ്ങി. 13 വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം പ്രസാദ ശുദ്ധിക്രിയകൾ ആരംഭിക്കും. തുടർന്ന് രക്ഷോഘ്നഹോമം, രക്ഷാകലശം, വാസ്തുഹോമം, വാസ്തുബലി എന്നീ ചടങ്ങുകളും നടക്കും. അത്താഴപൂജയ്ക്ക് മുമ്പ് തന്നെ ചടങ്ങുകൾ അവസാനിപ്പിക്കണമെന്നതാണ് താന്ത്രിക വിധി. 14-ന് ബിംബശുദ്ധി ക്രിയകളും നടക്കും. 14-ന് ഉച്ചപൂജയോടനുബന്ധിച്ചാണ് ബിംബശുദ്ധി ക്രിയാ ചടങ്ങുകൾ നടക്കുക. ചതുർശുദ്ധി, ധാര, പഞ്ചകം, പഞ്ചഗവ്യം എന്നിവയാണ് ബിംബശുദ്ധി ക്രിയാ ചടങ്ങുകൾ. ഉച്ചപൂജയുടെ സ്നാനഘട്ടത്തിലാണ് ശുദ്ധിക്രിയാ ചടങ്ങുകൾ പൂർണ്ണമാവുക. ഇതേ ദിവസം രാത്രി 12:40 കഴിയുമ്പോഴേക്കും മകരസംക്രമ പൂജ ആരംഭിക്കും. 12:50-നാണ് സംക്രമാഭിഷേകം നടക്കുക. തിരുവിതാംകൂർ രാജകൊട്ടാരത്തിൽ നിന്നും കന്നി അയ്യപ്പന്മാർ കൊണ്ടുവരുന്ന നെയ്ത്തേങ്ങയിൽ നിന്നുള്ള നെയ്യാണ് മകരസംക്രമാഭിഷേകത്തിന് ഉപയോഗിക്കുന്നത്. സോപാനത്തിൽ വെച്ച് തന്ത്രി തിരുവിതാംകൂറിൽ നിന്നുള്ള അയ്യപ്പന്മാരുടെ നെയ്ത്തേങ്ങകൾ ഏറ്റുവാങ്ങും. അത് ശ്രീകോവിലിൽ വെച്ച് തന്നെ പൊട്ടിച്ച് അഭിഷേകം നടത്തുകയാണ് ചെയ്യുന്നത്. അഭിഷേകത്തിന് ശേഷം 12:59-ന് നട തുറക്കുമ്പോൾ കിഴക്ക് പൊന്നമ്പലമേട്ടിൽ ദിവ്യജ്യോതിസും ഉദയം ചെയ്യും. തുടർന്ന് മകരദീപവും തെളിയും. ശ്രീകോവിലിൽ അഭിഷേകം നടത്തിയ നെയ്യ് തന്ത്രി ഭക്തർക്ക് പ്രസാദമായി വിതരണം ചെയ്യും. കർപ്പൂരാരതിയും തീർത്ഥപ്രസാദ വിതരണവും നടന്ന ശേഷം ഹരിവരാസനം കഴിഞ്ഞ് നടയടയ്ക്കും. തുടർന്ന് പുലർച്ചെ 4-ന് നട വീണ്ടും തുറക്കും.